കുട്ടനാട്ടിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ ശക്തി കുറഞ്ഞു. എന്നാൽ പമ്പയാറിൽ നിന്നുള്ള കിഴക്കൻ മലവെള്ളപ്പാച്ചിൽ ശക്തിയായി തുടരുകയാണ്. കൽഭിത്തിയില്ലാത്ത തീരങ്ങളിൽ മണൽച്ചാക്കുകൾ നിറച്ചാണ് പ്രദേശവാസികൾ വീടും വസ്തുവകകളും സംരക്ഷിക്കുന്നത്. എങ്ങും വെള്ളം നിറഞ്ഞതോടെ സാംക്രമിക രോഗ ഭീഷണിയുമുണ്ട്. ഇത് അഖിലും കൂട്ടുകാരും. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവർ സ്കൂൾ കണ്ടിട്ടില്ല. പൊന്നമ്മ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസം. തൊഴിലുറപ്പ് തൊഴിലായിരുന്നു ആശ്രയം. 2 ദിവസമായി അടുപ്പ് പുകഞ്ഞിട്ട് ഇന്ന് മുഴുപട്ടിണിയും. ഒന്നും വയ്ക്കാനൊന്നും ഈ മഴ വീഴാൻ ഞങ്ങളങ്ങ് വിഷമിച്ച് നിൽക്കുക. 19 പാടശേഖരങ്ങളിൽ മട വീണു. കൈനഗരി പഞ്ചായത്തിൽ ഇന്നലെ മാത്രം 2 പാടശേഖരങ്ങളിലെ കൃഷി മട വീണ് നശിച്ചു. കഴിഞ്ഞ കാലവർഷം തുടങ്ങിയ ദിവസം മുതൽ ഒരാഴ്ച കാലത്തോളം ഊണ് ഉറക്കം ഉപയോഗിച്ച് രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്തു വന്നതാണ്. ഈ ഒരു ദിവസം പോലും ഉറങ്ങാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. 6 പങ്ക്, വലിയതുരുത്ത്, കനകാശ്ശേരി, പൊങ്ങ, പൂപ്പള്ളി, മണത്തറയ്ക്കൽ, ഗണപതി, ചെറുതന, കിഴക്കേ പോച്ചമുക്ക് എന്നീ പാടശേഖരങ്ങളിലും മട വീണു. കണക്കാക്കുന്ന നഷ്ടം കോടികൾ വരും. കൈനഗരി വടക്ക് പഞ്ചായത്തിലെ 6 പങ്ക് പാടശേഖരത്തിൽ മട വീണതിൻ്റെ ഭീകര ദൃശ്യങ്ങളാണ് എനിക്ക് പിന്നിലുള്ളത്. കുട്ടനാട്ടിൽ ഇത്തരം 14ഓളം പാടശേഖരങ്ങളിൽ മടവീഴ്ചയുണ്ടായി. 10ലധികം പാടശേഖരങ്ങൾ വാട്ടർ ബോംബ് കണക്കെ ഭീഷണി ഉയർത്തി നിൽക്കുകയും ചെയ്യുന്നു. കുട്ടനാട്ടിൽ നിന്നും ക്യാമറാമാൻ സാദിഖ് പാറക്കലിനൊപ്പം പ്രേംലാൽ, മീഡിയ 1 ആലപ്പുഴ.